ഹലോ പ്രിയപ്പെട്ടവരെ, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ വീഡിയോയുടെ അടിയിൽ, അതായത് നമ്മൾ ബസ് ഓടിക്കാം, എങ്ങനെ പഠിക്കാം, അതുപോലെ തന്നെ ലോറി ഇങ്ങനെ ഓടിക്കാം എന്നുള്ള വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയുടെ എല്ലാ അടിയിൽ നിരന്തരമായിട്ട് കമൻറ്റുകൾ വരുന്നതാണ്. ചേട്ടാ, ഞങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ച് ഹെവി ലൈസൻസ് എടുത്തിട്ടുണ്ട്, ഹെവി ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട്, നമുക്ക് വണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ മാർഗ്ഗങ്ങളില്ല, നമുക്കൊരു വണ്ടി തരപ്പെടുത്തി തരാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് വഴിയും നമ്മുടെ വാട്സപ്പ് നമ്പർ വഴിയും ഫോൺ കോളുകളായിട്ടുമൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബസ് നമുക്ക് റൂട്ടിൽ തന്നെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ലൈസൻസ് ഉള്ളവർക്ക് മാത്രം കേട്ടോ, ഹെവി ലൈസൻസ് എടുത്തവർക്ക് മാത്രം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വണ്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ നമ്പറുമായിട്ട്, താഴെ കൊടുക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാം. ആഗ്രഹിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വണ്ടി കയറ്റമല്ല, സാധാരണ വണ്ടി നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും കയറ്റത്ത് നിർത്തിയെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. പിന്നെ കയറ്റത്തൊക്കെ നിർത്തിയെടുക്കുമ്പോഴത്തേനും സാധാരണ വണ്ടിക്ക് തേയ്മാനം കൂടുതലൊക്കെ വരുന്നതുകൊണ്ടും ഡീസൽ ചിലവ് കൂടുതൽ വരുന്നതുകൊണ്ടും ഒക്കെ ഡ്രൈവിംഗ് സ്കൂളുകാരും അത് കൂടുതൽ അതിന് വേണ്ടി പരിശ്രമിക്കാറില്ല. അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പുതിയതായിട്ട് വരുന്നവരൊക്കെ വണ്ടിയുടെ ക്ലച്ചും ഒക്കെ താങ്ങി, ക്ലച്ചിന് കംപ്ലയിൻറ്റും അതുപോലെ ഡീസൽ ചിലവും ജോയിൻ്റ് ഹൗസിങ്, ഗിയർ ബോക്സിനും എല്ലാം മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഒരാളല്ലോ അവിടെ ഓടിക്കുന്നത്. അപ്പോൾ പലരും ഓടിച്ച് അങ്ങനെ വണ്ടിക്ക് കൂടുതൽ, അവരുടെ വണ്ടിക്ക് കൂടുതൽ ധനനഷ്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവരതിനൊന്നും കൂടുതൽ അങ്ങനെ പ്രാക്ടീസ് തരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഡ്രൈവറായിട്ട് മാറാൻ സാധിക്കും. എങ്ങനെ വണ്ടി ബ്രേക്ക് ചവിട്ടണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ കയറ്റത്ത് എങ്ങനെ നിർത്തുക, കുത്തുകയറ്റത്തിലൊക്കെ എങ്ങനെയാണ് ആളെ ഇറക്കാനും കയറ്റാനും ഒക്കെ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് നിർത്താം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ KSRTCയിലുണ്ട്, സ്വിഫ്റ്റ് സർവീസിലുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ വിദേശ രാജ്യങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് സർവീസുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി കേട്ടോ. അല്ലാതെ ചുമ്മാ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഞാനും ഡ്യൂട്ടിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മിക്കവാറും ഞാൻ വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത്, നിങ്ങൾ വോയിസ് ഇട്ടാൽ മതി. പലരും വാട്സപ്പിൽ നമുക്ക് വോയിസ് ഇടുമ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കാര്യം മാത്രം അവർ പറയും. ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നത്, അവരുടെ സ്ഥലം എവിടെയാണ്, അവരുടെ പേര് പോലും ഒന്ന് പറയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ചേട്ടാ പ്രാക്ടീസ് വേണം, എന്നൊന്നും അവർ പറയാറില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും, നിങ്ങൾ ആദ്യം പേര്, നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ പേര് ആദ്യം പറയണം, സ്ഥലം പറയണം. എൻ്റെ പേര് ഇതാണ്, എൻ്റെ സ്ഥലം ഇതാണ്, എനിക്ക് ഇന്നപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അല്ലാതെ നിങ്ങൾ പേരും ഒന്നും ഇല്ലാതെ. അപ്പോൾ ഞാനും ഇപ്പോൾ അങ്ങനെ തന്നെ, ഞാൻ അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാറുമില്ല. നമുക്ക് സമയം വിലപ്പെട്ടാണ്. എനിക്ക് നിങ്ങൾക്കെല്ലാം സമയം പെട്ടാണ്. നേരം വെളുത്ത് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞു പോകും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കാനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഉള്ള സമയത്താണ് ഇത്തരം വീഡിയോകളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഡ്രൈവർമാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെയും നമ്മുടെ ചാനലിൻ്റെയൊക്കെ ലക്ഷ്യം. നമ്മുടെ വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വരിക. അതുപോലെ തന്നെ KSRTCയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് PSC ടെസ്റ്റൊക്കെ എഴുതി ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിലൊക്കെ നമുക്ക് വണ്ടി നിങ്ങൾ KSRTCയിലൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് പോകണമെങ്കിൽ തന്നെ ഇവിടെ വന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അല്ലാതെ ആദ്യമായിട്ട് നിങ്ങൾ വണ്ടിയൊക്കെ ഇനി KSRTC അല്ല, പ്രൈവറ്റ് സെഗ്മെൻറ്റിലാണെങ്കിൽ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് റൂട്ട് ബസ് ഓടിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഒരു വണ്ടി കിട്ടി ചുമ്മാ കാലി ഓടിച്ചിട്ട് കാര്യമില്ല. റൂട്ട് സർവീസിലൊക്കെ ഓടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ രീതിക്ക് പഠിക്കുവാണെങ്കിൽ നമുക്കൊരുപാട് ഭാവിയിലേക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. ഏതൊക്കെ രീതിയിലാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് അതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം താല്പര്യമുള്ളവർ വരിക, ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നമ്മുടെ മറ്റ് വീഡിയോകളൊക്കെ നിന്ന് കാണുക. മുൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡ്രൈവിംഗ് ടിപ്സുകളൊക്കെയാണ്, ഹെവി വാഹനങ്ങളുടെ ട്രിപ്പുകളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്.